നമ്മളെല്ലാവരും കഴിഞ്ഞ 5 വർഷമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ പുറത്തു വരികയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതിനുള്ള ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു. പക്ഷേ ഫുള്ളായിട്ടല്ല അത് പുറത്തു വരുന്നത്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ്, 81 മുതൽ 100 വരെയുള്ള പേജിലെ 165 മുതൽ 186 വരെയുള്ള പാരഗ്രാഫ്, ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അത് പുറത്തു വരുന്നത്. അപ്പോൾ അതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്, അതെന്തുകൊണ്ടാണ് പുറത്ത് വരാൻ പറ്റുക? നമുക്കറിയാം സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഉന്നതരായ ബന്ധങ്ങളുള്ളവരാണ്. അപ്പം നമ്മളൊക്കെ മണ്ടന്മാരാണോ ടാക്സ് അടക്കുന്നത്? വിവരാവകാശ കമ്മീഷൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചിലവായത് 1 കോടി രൂപയുടെ മുകളിലാണ് ഇതിന് ചിലവായത്. അത് ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളുടെ ടാക്സ് അടച്ച സാധാരണ ജനങ്ങൾ ടാക്സ് അടച്ച പൈസയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള എല്ലാ അധികാരമുണ്ട്. ഇവർ പല ഉന്നതരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവരിത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വനിതാ കമ്മീഷൻ ആയാലും WCC ആയാലും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. WCCയെക്കുറിച്ച് എനിക്ക് ഒരു 2 അഭിപ്രായമുള്ള ഒരാളാണ്. എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായമുണ്ട്. കാരണം ഈ WCC ഈ ഒരു കാര്യമല്ലാതെ അവർ തുടങ്ങിയത് അത് വലിയൊരു ചർച്ചയാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അവർ നമ്മുടെ ഉന്നമനത്തിനായി സ്ത്രീകളെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ്. പക്ഷെ അവർ സിനിമയിലെ സ്ത്രീകളെ മാത്രമേ സ്ത്രീകളായിട്ട് കണ്ടിട്ടുള്ളൂ. പുറത്തുള്ളവരൊന്നും അവർക്ക് സ്ത്രീകളല്ല, അവർ മനുഷ്യന്മാരായിട്ട് പോലും കാണുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് എത്ര സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്? അവരെന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അവർക്ക് സിനിമയിൽ സ്ത്രീകളായിട്ടുള്ളവരെ അവർ സ്ത്രീകളായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് WCCയെക്കുറിച്ച് എൻ്റേതായ പേഴ്സണലായിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അത്രയ്ക്ക് യോജിക്കുന്ന ഒരാളല്ല. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ അവർ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്ത് വരാൻ നല്ലപോലെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അവർ എല്ലാ സിനിമാ മേഖലയിലെ എല്ലാ പ്രവർത്തകരായിട്ടും നടിമാരായിട്ടും സാങ്കേതിക പ്രവർത്തകരായിട്ടും അവർ സംസാരിച്ച് അവർക്ക് പറയാനുള്ള അവർ ഫേസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും ആ റിപ്പോർട്ടിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഹൈ ആയിട്ടുള്ള നടിമാർ മുതൽ ഇപ്പോൾ ന്യൂ കമറായിട്ട് വന്ന നടിമാർ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. അവരെല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ നിയമപ്രകാരം നമ്മൾ ആരാണോ നമ്മൾക്കിപ്പോൾ നടിയെ ആക്രമിച്ച കേസിൻ്റെ കാര്യം അറിയാം. നമ്മൾ ആ ഇരയുടെ പേര് നമ്മൾ പറയുന്നില്ല, അത് നിയമപ്രകാരം വേറൊരു കേസാണ്, നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഇവർ പറഞ്ഞ കാര്യം അവർ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇരയുടെ പേര് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞത് ആരാണോ അവരുടെ പേര് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആരാണോ പ്രതി, ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്യുന്നതാണ് ഇന്ത്യൻ നിയമപ്രകാരം മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് അറിയാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്, ആരെ സംരക്ഷിക്കാനാണ് പിണറായി സർക്കാർ ഇവരൊക്കെ ഇത് ഇത്ര കാലം പൂഴ്ത്തിയത്? ഇനി എന്തിനാണ് ഈ ഒരു പാരഗ്രാഫ് ഇത്രയും വരുന്ന പേജുകൾ ഒഴിവാക്കിയിട്ട് പുറത്തു വിടുന്നത്? അതിലാരാണ് ഉന്നതരുള്ളത്? അതിൽ മഞ്ജു വാര്യർ അടക്കം എല്ലാവരും മൊഴി നൽകിയിട്ടുണ്ട്. പല ആളുകളുടെ പേരും അതിൽ പുറത്തു വരാം. പല പേരുകളുടെ അവർ പലതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതിൽ കേസെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതിൽ പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് 5 വർഷം നിങ്ങൾ പൂഴ്ത്തി വെച്ചത്? അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെങ്കിൽ ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ട് ഈ കമ്മീഷൻ ഉണ്ടാക്കി എന്തിനാണ് പൂഴ്ത്തി വെച്ചത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? പുറത്ത് വിട്ടാൽ പോരെ. അപ്പോൾ അതിൽ ഉന്നതരുടെ പേരുണ്ട്, അവരെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട, സ്വമേധയാ കേസ് എടുക്കേണ്ട അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അത് വനിതാ കമ്മീഷൻ അടക്കം മെൻഷൻ ചെയ്തതാണ്. ഇത് വനിതാ കമ്മീഷനും WCCയും ഇത് ഫുള്ളായിട്ട് പുറത്തു വിടണമെന്ന് ഇപ്പോഴും അവർ അവകാശപ്പെടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇനിയൊരു 5 വർഷം അവർ കേസ് നടത്തേണ്ടി വരും. ഇതുകൊണ്ട് മാത്രമല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലെ സിനിമാ മേഖലയിലുള്ള കാര്യമാണ്. അതൊരു ചൂടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഹോട്ട് ടോപ്പിക്കാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇത് ഈ റിപ്പോർട്ട് പ്രകാരം സർക്കാർ ഇതിന് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം, അതിനുള്ള നടപടികൾ എടുക്കണം. ഇവർക്കെതിരെയുള്ള പ്രതിയായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള അവർക്കെതിരെയുള്ള കേസുകൾ മാത്രമല്ല, എന്തൊക്കെ ഇനി മുമ്പിലോട്ട് എന്തൊക്കെ ഇതൊക്കെ തടയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം. കാരണം ഇതുവരെ തൊഴിലിടായിട്ട് നമ്മൾ സിനിമ സെറ്റ് കണ്ടിട്ടില്ല, അത് അംഗീകരിച്ചിട്ടില്ല സർക്കാർ നിയമപ്രകാരം. ഇവിടെ പോർഷ ആക്ട് നമുക്കിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പോർഷ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിലിടങ്ങളിൽ നടക്കുന്ന സ്ത്രീകൾക്ക് നടക്കുന്ന എന്ത് ലൈംഗിക അതിക്രമമായിക്കോട്ടെ, ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ഫേസ് ചെയ്യാനുള്ള അത് നമുക്ക് ജില്ലാ കളക്ടർ അടങ്ങിയിട്ടുള്ള സമിതിക്ക് നമുക്ക് പോയിട്ട് അവിടെ നമുക്ക് പരാതി നൽകാം. നമുക്ക് എല്ലാ കാര്യങ്ങളും അത് തൊഴിലിടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സോൾവ് ചെയ്യാനുള്ള ആക്ട് ഉണ്ട്, പോർഷ ആക്ട് ഉണ്ട്. പക്ഷേ
ഈ സിനിമ സെറ്റ് നമുക്ക് തൊഴിലിടമായിട്ട് കണക്കാക്കാത്തത് പ്രകാരം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള നിയമം നമുക്ക് പൊളിച്ച് എഴുതേണ്ടതുണ്ട്, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ നമുക്കറിയാം. ഇതിൽ ഹേമ കമ്മീഷനിൽ പെട്ടിട്ടുള്ളത് നമുക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പഴയ ചീഫ് ജസ്റ്റിസാണ്. പിന്നെ നടിമാരുടെ ഭാഗത്തു നിന്ന് ശാരദ പഴയ നടിയുണ്ട്. പിന്നെ പഴയ IAS ഓഫീസറുണ്ട്, വത്സല എന്ന് പറഞ്ഞിട്ടുള്ള പഴയൊരു IAS ഓഫീസർ. ഇവരൊക്കെ കൂടി എത്രയോ സമയം സ്പെൻഡ് ചെയ്ത് എത്രയോ ആൾക്കാരെ മീറ്റ് ചെയ്ത് അവരുണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഒന്നും കൂടി പറയട്ടെ, സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചിട്ട് 1 കോടിയിൽ കൂടുതലാണ് ഇതിൻ്റെ ചിലവ്. അത് ജനങ്ങൾക്ക് അറിയാനുള്ള എല്ലാ അവകാശമുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതിനുള്ള നിയമ നടപടികളും എത്രയും പെട്ടെന്ന് പുറത്തു വിടണം. ഇത് ആരെ പൂഴ്ത്താനായാലും ആരെ സംരക്ഷിക്കാനായാലും അത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടുള്ള ചെയ്യേണ്ടത്. സർക്കാരിന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ പല അടിയും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു കാരണം ഇതും കൂടിയാണ്. സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അടിച്ചമർത്താണ്. ഉന്നതരായ ആരുണ്ടെങ്കിലും ആരും എന്തും ചെയ്യാം. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ സിനിമ മേഖലയിലവർക്കും നല്ല ഹോൾഡുള്ളവരാണ്. ആരെ സംരക്ഷിക്കാനായാലും ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കമ്മീഷനാണ്. അതിൻ്റെ റിപ്പോർട്ട് ജനങ്ങൾക്ക് അറിയേണ്ട എല്ലാ അവകാശമുണ്ട്. ഫുള്ളായിട്ട് തന്നെ പുറത്തു വിടണം. ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ ഇതൊരു ചർച്ചയായിട്ട് മാറണം. ഇതൊക്കെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നല്ല അടി കിട്ടാനുള്ള കാരണം. ഇതും ഒരു കാരണമാണ്.